പുന്നാര മോനെ, 10 വർഷം സംഗീതം പഠിച്ചവനാടാ ഞാൻ. നിന്റെ ഈ തൊട്ടിത്തരം കണ്ടിട്ട് എനിക്കങ്ങോട്ട് സഹിക്കാൻ പറ്റണല്ലോ. നിന്നെ നിന്റെ തന്തയും കാരണം കേന്ദ്ര സർക്കാർ ഈ ബസ് സ്റ്റോപ്പ് വരെ നിരോധിക്കാൻ പോവാണ്. ആയതിനാല എടാ കണ്ണ് കാണാത്തവനായിപ്പോയി. അല്ലേ നിന്നെ സ്റ്റേഷനിൽ കൊണ്ടുപോയി നിന്റെ കരളിയാൻ ചവിട്ടി പറിച്ചനെ കേട്ടോ. എല്ലാം പറഞ്ഞല്ലേ. എസ് സാറിന്റെ പ്രത്യേക അഭ്യർത്ഥന പ്രകാരം ശങ്കരാചാര്യ തുടങ്ങുന്ന ഗാനം ഹൈ പിച്ചിൽ ആലപിക്കുന്നു. ശങ്കര ഇപ്പൊ വീണനെ വേദവികായ പര ജീവേശ്വര ശങ്കര കടവന്ത്ര 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 കടവന്ത്ര. താങ്ക് യു. എന്താടാ ലല്ലു? നീ ഇങ്ങോട്ട് വന്നേ. നീ ഇങ്ങോട്ട് വരാൻ. രാജഹംസം ഞാൻ ഒറ്റയ്ക്ക് പാടിക്കോട്ടേടാ. ആ പാടിക്കോ. എല്ലാം മേടിച്ചല്ല. ഇനിയിപ്പാ നേരെ ചായ കുടിക്കാൻ പോട്ടാ. മുടി വെട്ടിക്കളേട്ടാ. ഇവിടെ വെറുതെ വല്ല പൂവാണെന്ന് പറഞ്ഞ കല്ലെറിഞ്ഞ എന്റെ മുഖത്തോളൂ. ഇറങ്ങിയപ്പോ പറഞ്ഞാണ് കൊട എടുക്കാൻ. എങ്ങടാ പോണ്ട്? എടാ നമ്മള് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നിൽക്കുമ്പോ അമ്മമാര് ചില കാര്യങ്ങൾ പറയും. അതങ്ങോട്ട് കേട്ടേക്കണം, അല്ലെങ്കിൽ അന്നത്തെ ദിവസം പോക്കാണ്. അമ്മമാർക്കേ അങ്ങനെ ഒരു സംഭവം ഉണ്ട്. ആയതിനാൽ കണ്ണില്ലല്ലോ. കണ്ണുണ്ട് പക്ഷെ അത് വർക്കൂല. ഇതൊരു ശല്യായല്ലോ. നീ ഒന്ന് അവിടെ ഇരിക്കോ. വെറുതെ മനസ്സിൽ ധർമ്മം മേടിച്ചാണ്. എടാ ബേക്കറിന്ന് തന്നെ ചായ കുടിച്ചാൽ മതി ഞാൻ പറഞ്ഞാണ്. അവിടെ ആവുമ്പോ ചിക്കൻ കബാബും പള്ളുരുത്തി ഷിയാബും ഒക്കെ ഉണ്ടായിരുന്നു. എടാ സമാവൽ അടിച്ച ചായയുടെ സുഖമൊന്നും ഒരു മെഷീൻ ചായക്കും കിട്ടും. കഷ്ടായിട്ട് മനുഷ്യനെ. ചേട്ടാ ഒരു തലച്ചായ കടി എന്താ ഉള്ളത്? നല്ല കണ്ട് പൊരിഞ്ഞ രതീഷ് എടുക്കട്ടെ. വേണ്ട, ചിത്രഗുപ്തൻ മതി. എന്നാന്ന്? ചിത്രഗുപ്തൻ പരിപ്പൂട. എന്റെ ദൈവമേ, അതിന്റെ പേര് മാറ്റിയാ. ഞാൻ ഈ കളി നിർത്തി. ചേട്ടാ കൊല്ലപ്പോട്ടാ. മ്യൂസിക്കായിരുന്നു കടിച്ചു പൊട്ടിച്ചേ. എടാ ഇത് കാണല്ലടാ. എന്നാ തലച്ചായ, എന്നാ ചായ, എന്നാ ചിത്രഗുപ്തൻ, ഇതും എന്നാ തിന്നോ. ചേട്ടാ ആകാശവാണി കേട്ടാ. ചായക്കടക്ക് എന്നും അഴക് ആകാശവാണി. അതിനെന്റെ അച്ഛന്റെ പ്രായമുള്ളതാ. മാറ്റാൻ പറ്റുമെങ്കിൽ നിങ്ങൾ മാറ്റിക്കോ. അല്ല നീ മാറ്റിക്കോടാ. മാറ്റിയിരിക്കും. ആളുടെ അച്ഛനാണെങ്കിൽ നമുക്കെന്താണ്. മഴ, ചായ, ജോൺസൺ മാഷ്. അന്തസ്. കിണറ്റിൽ വെള്ളോ? എവിടെ പോണ്ട? ഒരു പണിയുണ്ട്. എടാ ഞങ്ങളിന്ന് പാലായിലെ കുര്യച്ചന്റെ പെരതാമസത്തിന് പോയിരുന്നു. ഒരു കിടില നാനാക്കൊണ്ട വീടാ വെച്ചേക്കുന്നത്. പക്ഷെ അതിന്റെ ജാടയൊന്നുമില്ല അവർക്ക്. നല്ല ഫാമിലിയാ. മോളും അതെ, നല്ല അടക്കം ഒതുക്കുള്ള കുട്ടിയാ. കാണാനും കുഴപ്പമില്ല. കുഴപ്പമില്ലെന്നല്ല, നല്ല സുന്ദരി കുട്ടിയാ. ഒരു പൂച്ചക്കണ്ണി. ഡോ കൊച്ചു കള്ള, നിനക്കപ്പോൾ ഓർമ്മയുണ്ടല്ലേ? ഓർമ്മയൊക്കെ ഉണ്ട്, പക്ഷെ കല്യാണം ആലോചിക്കാൻ നിൽക്കണം. ഓ സ്പാർക്കില്ലായിരിക്കും. ഇല്ലല്ലേ? എന്നാ വിട്ടുപിടി. ഭാഗ്യം വക്കീലുടങ്ങൂല്ലല്ലോ. നിന്നോട് ഞാനൊരു 1000 തവണ പറഞ്ഞിട്ടുണ്ട് ഈ കണ്ണിക്കണ്ട തട്ടുകടയിൽ നിന്ന് ഒരു ഭക്ഷണം കഴിക്കരുത്. എടാ ഈ അൺഹൈജീനിക് ആഹാരം വാങ്ങിച്ച് തിന്ന് നിനക്ക് വല്ല ഫുഡ് പോയ്സൺ അടിക്കും. അപ്പൊ ഈ ഫുഡ് പോയ്സൺ ഒക്കെ അടിക്കുന്ന വലിയ വലിയ ഹോട്ടലിൽ നിന്നാണ്. ചെറിയ കടകൾ ചതിച്ച ചരിത്രമല്ല. അല്ലെങ്കിൽ തന്നെ ഞാൻ പറയുന്ന എന്തെങ്കിലും നീ കേട്ടിട്ടുണ്ടോ എപ്പോഴെങ്കിലും? എടാ നിന്റെയൊക്കെ പ്രായത്തിൽ കാരണവന്മാരുടെ മുന്നിൽ നേരെ നിന്ന് സംസാരിക്കാൻ പോലും പേടിയായിരുന്നു എനിക്കൊക്കെ. കേൾക്കുന്നുണ്ടോ നീ? പോകട്ടെ അമ്മ പോണം. ലല്ലു
പാരീസ് ഹോട്ടലിൽ നിന്ന് മേടിച്ച അപ്പം ഫിഷ് മോളി ഉണ്ട്, കഴിച്ചിട്ട് പോടാ. ഹോട്ടലിൽ നിന്നുള്ള ഫിഷ് കറി ഞാൻ. അപ്പോൾ ഓമനക്കുട്ടി